ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇപ്രാവശ്യം തിങ്കൾ മുതൽ വെള്ളി വരെ ഞാൻ എന്തൊക്കെയാണ് ലഞ്ചിന് ഉണ്ടാക്കിയെന്നാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇത് മീൽ പ്ലാനിങ്ങിന് ഹെൽപ്ഫുൾ ആയിരിക്കും. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ മറക്കരുത്. അപ്പം തിങ്കളാഴ്ച എന്താ ഉണ്ടാക്കിയെന്ന് നമുക്ക് നോക്കാം. തിങ്കളാഴ്ച ഞാൻ ഉണ്ടാക്കിയത് ഫ്രഷ് ആയിട്ട് ഒരു ലൈം റൈസും പിന്നെ മഷ്റൂം ഫ്രൈയും ആണ്. ലൈം റൈസും മഷ്റൂം ഫ്രൈൻ്റെ ഒക്കെ റെസിപ്പീസ് നിങ്ങൾക്ക് അറിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയിപ്പോൾ ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ കമൻസിൽ ഒന്ന് മെൻഷൻ ചെയ്താൽ ഞാൻ അതിൻ്റെ ചാനലിൽ ഇടാം. ഇപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പി ആയിരുന്നു. തിങ്കളാഴ്ചകൾ യൂഷ്വലി തിരക്കുള്ള ദിവസമായതുകൊണ്ട് ഇത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും. അപ്പോൾ നമുക്ക് ചൊവ്വാഴ്ചയിലേക്ക് നീങ്ങും. അപ്പോൾ ചൊവ്വാഴ്ച എന്താ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ചോറും പിന്നെ മസാലക്കറിയും അതിൽ മുട്ടയിട്ടിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. പിന്നെ കുറച്ച് ബീൻസ് തോരനും അച്ചാറും കുക്കുമ്പറൊക്കെ വെച്ചിട്ട് നമ്മുടെ ലഞ്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മസാലക്കറിയുടെ റെസിപ്പി ഓൾറെഡി എൻ്റെ ചാനലിലുണ്ട്. അപ്പോൾ വേണ്ടവരെ ഒന്ന് കണ്ടു നോക്കും. ഇത് സൂപ്പർ സിമ്പിളാണ്. മുട്ടയൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അന്നത്തെ ലഞ്ചും കഴിഞ്ഞു. ഇനി ബുധനാഴ്ചത്തെ റെസിപ്പിയാണ്. ബുധനാഴ്ച ഞാൻ എന്താ ഉണ്ടാക്കി വെച്ചാൽ ഗ്രീൻ പീസ് കൊണ്ടുള്ള ഒരു പുലാവും പിന്നെ കോളിഫ്ലവർ കൊണ്ടുള്ള ഒരു ഫ്രൈയും മസാലയൊക്കെ ചേർത്തൊരു ഫ്രൈയും പിന്നെ റൈത്തയും. ഇപ്പോൾ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലായിരുന്നു. ഇതും പെട്ടെന്ന് തന്നെ വൺ പോട്ടിൽ ഉണ്ടാക്കാവുന്ന ഒരു ഈസി റെസിപ്പിയാണ്. കോളിഫ്ലവർ ഫ്രൈയും സൂപ്പർ ഫാസ്റ്റായിട്ട് ഉണ്ടാക്കാവുന്നതാണ്. ഗ്രീൻ പീസ് പുലാവിൻ്റെ റെസിപ്പി ഓൾറെഡി എൻ്റെ ചാനലിലുണ്ട്. അപ്പോൾ ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ബുധനാഴ്ചത്തെ റെസിപ്പിയും കഴിഞ്ഞു. ഇനി വ്യാഴാഴ്ച തിരിച്ചു നമ്മൾ കേരള സ്റ്റൈലാണ് ഉണ്ടാക്കിയത്. അപ്പം അതിനായിട്ട് ചോറും പിന്നെ കുറച്ച് മീനച്ചാറും പിന്നെ ക്യാബേജ് ഫ്രൈയും പിന്നെ മുരിങ്ങക്കായും തക്കാളിയും പരിപ്പും കൂടിയുള്ള ഒരു കറി. അപ്പോൾ ഈ കറി വളരെ എൻ്റെ ചാനലിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും ഇത് ചെക്കൗട്ട് ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിരുന്നു. ഇനി ലാസ്റ്റ് നമ്മൾ ഫ്രൈഡേയിലേക്ക് എത്തിയിട്ടുണ്ട്, അതായത് വെള്ളിയാഴ്ചത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നല്ല ചൂടുകാലമാകുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ലഞ്ച് എന്ന് പറയുന്നത് തൈര് സാദമാണ്. ഞാനൊരു സിമ്പിൾ തൈര് സാദമാണ് വെള്ളിയാഴ്ച ഉണ്ടാക്കിയത്. അപ്പോൾ തൈര് സാദവും കുറച്ച് അരിക്കൊണ്ടാട്ടവും പിന്നെ കുറച്ച് എണ്ണ മാങ്ങയും പിന്നെ ഉരുളക്കിഴങ്ങും ഗ്രീൻ പീസും കൂടി ഒരു മസാല പോലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതും പിന്നെ ഒരു സ്പെഷ്യൽ റെസിപ്പിയായ ക്യാരറ്റ് കൊണ്ടുള്ള ഒരു ചമ്മന്തി. ഇത് ക്യാരറ്റ് കുക്ക് ചെയ്യൊന്നും വേണ്ട, സൂപ്പർ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന റെസിപ്പിയാണ്. ഇത് വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ കമൻസിൽ മെൻഷൻ ചെയ്താൽ ഞാൻ അതിൻ്റെ റെസിപ്പി എൻ്റെ ചാനലിൽ ഇടാം. അപ്പോൾ അങ്ങനെ നമ്മുടെ വെള്ളിയാഴ്ചത്തെ മെനു റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾക്ക് തിങ്കളാഴ്ച തൊട്ട് വെള്ളിയാഴ്ച വരെ എന്തുണ്ടാക്കണം എന്നുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ മീൽ പ്ലാൻ ഒന്ന് ഫോളോ ചെയ്ത് നോക്കൂ. കമൻറ്റ് സെക്ഷനിൽ ഇഷ്ടമായോ എന്ന് അറിയിക്കുക. അടുത്ത പ്രാവശ്യം പുതിയ വീഡിയോ ആയിട്ട് വരാം.